ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. CMA US +2 കഴിഞ്ഞ് ഉടനെ ചെയ്യണോ, അഥവാ ചെയ്താൽ തന്നെ അതൊരു സ്മാർട്ട് ചോയ്സ് ആണോ അതോ ബിഗ് മിസ്റ്റേക്ക് ആണോ? ഇനി ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ഗ്രാജുവേഷൻ അത് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യണോ അതോ റെഗുലറായിട്ട് ചെയ്യണോ? സോ ഈ വക എല്ലാ ക്വസ്റ്റ്യൻസിനും ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സെൽഫ് സ്റ്റഡിയിലൂടെ ഞാൻ CMA US എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്, ഞാൻ എപ്പോഴാണ് CMA US ചെയ്തത്, എന്തൊക്കെ ടെക്നിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. സോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ടല്ലേ. CMA US, ACCA, CES, ES എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സസ് ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. ഇനി അതിൽ CMA US ചെയ്ത് തന്നെ ഇരിക്കട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇത്രയും ഏർലി സ്റ്റേജിൽ ചെയ്യണോ എന്നൊരു വേറൊരു കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണത്തിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. CMA US ആദ്യമേ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം, വളരെ യങ് ഏജിൽ തന്നെ നമുക്കത് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കൂട്ടത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ എന്താണ്, +2 കഴിഞ്ഞ് നിങ്ങൾ CMAക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് മെമ്പർഷിപ്പ് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ മെമ്പർഷിപ്പും സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പും. പ്രൊഫഷണൽ മെമ്പർഷിപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ CMA US ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെമ്പർഷിപ്പാണ്. അതെന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ തന്നെ CMA എക്സാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 3 ഇയേഴ്സ് ഓഫ് ടൈം ഉണ്ട്. അതിനിടയിൽ നിങ്ങൾ CMA US എക്സാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതാണ് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഏർലി സ്റ്റേജിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. പ്ലസ് നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. ആസ് എ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ഉള്ള ഒരാളെ സംബന്ധിച്ച് എക്സാമിന് അറിയാലോ, ഡോളറിലാണ് പേയ്മെൻറ്റ് പോകുന്നത്. ഒരു 25K ഒക്കെ ഇപ്പോഴത്തെ ഡോളർ റേറ്റ് വെച്ച്, അതായത് INR ടു ഡോളർ ആണല്ലോ, ആ ഒരു ഫ്ലക്ച്വേഷൻ നമ്മുടെ എക്സാം ഫീസൊക്കെ മാറ്റിമറിക്കും. സോ ഈ സമയത്ത് നമുക്കൊരു ഡിസ്കൗണ്ടൊക്കെ ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ കിട്ടും. പിന്നെ സ്കോളർഷിപ്പും അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അല്ലാണ്ട് ഡയറക്റ്റ് IMA കോൺടാക്ട് ചെയ്യുന്നവർക്കും കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്കൊരു പോസിബിലിറ്റീസാണ്. CMA US വളരെ യങ് ഏജിൽ, അതായത് +2 കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, വളരെ ചെറുപ്രായത്തിൽ നമുക്ക് ഒരു ഗ്ലോബൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള CMA എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഡിഗ്രി കഴിയുമ്പോൾ നമുക്കൊരു CMA എക്സാം പാസ്സായ ആളാണെന്നും ഡിഗ്രി ക്വാളിഫൈഡ് ആണെന്നുള്ള 2 അഡ്വാൻറ്റേജ് നമുക്കുണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയും വലിയ ഒരു സ്മാർട്ട് ചോയ്സ് എവിടെയാണ് നമുക്ക് ബിഗ് മിസ്റ്റേക്ക് ആവുന്നത്? +2 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു ഏജാണ് അതല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കരിയർ ഷിഫ്റ്റൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു പ്രായമാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് മാറിക്കളിക്കാനുള്ളൊരു ചാൻസും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ഇതൊന്നും അല്ല പഠിക്കേണ്ടിരുന്നത്, ഞാൻ വേറെ എന്തൊക്കെയാണ്, എനിക്ക് ഇൻട്രസ്റ്റ് വേറെ എന്തിലൊക്കെയാണ്. സോ ആ ഒരു ഷിഫ്റ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ഈ എക്സാം പെട്ടെന്ന് പാസ്സായെന്നിരിക്കില്ല. പലർക്കും റിപ്പീറ്റഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ഓരോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആവുകയും ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിലാണ് പേയ്മെൻറ്റ് പോകുന്നത് ഓരോ പ്രാവശ്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ INRൻ്റെ റേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഫൈനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, കൂട്ടത്ത് CMA എക്സാമും പാസ്സായി തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഫൈനൽ CMA സർട്ടിഫിക്കറ്റ് നമുക്ക് IMA എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വച്ചാലേ കിട്ടുള്ളൂ. സോ ആ ഒരു 2 ഇയേഴ്സും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ചിലരെ സംബന്ധിച്ച് ഗ്രാജുവേഷനും CMA ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് പ്രഷർ കൂടിയിട്ട് അവർ സ്റ്റക്കാവുകയും ഇടയ്ക്ക് വെച്ച് ഇത് വിട്ടിട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇതൊക്കെ നമ്മളെടുത്ത ചോയ്സ് ബിഗ് മിസ്റ്റേക്ക് ആവാനുള്ള കാരണങ്ങളാണ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA US എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ ഗ്രാജുവേഷൻ അത് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യണോ റെഗുലറായിട്ട് ചെയ്യണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരേ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോക്കസ് CMA USന് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CMA US പാസ്സാവാനും കൂടെ ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അവർക്ക് റെഗുലറായിട്ട് 1 വർഷം നിങ്ങൾ അവരുടെ ക്ലാസ്സിന് പോവുകയും ചെയ്യും, റെഗുലറായിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് അവർക്ക് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പലരും ഡിസ്റ്റൻറ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്,
ഡിസ്റ്റൻറ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന സമയത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി നല്ല നിങ്ങളിത് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നം നിങ്ങളുടെ കരിയറിലോട്ട് വരുമ്പം ഉണ്ടാവും. പല കമ്പനീസും നല്ല നിങ്ങൾ എടുത്ത ഗ്രാജുവേഷൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്. പാസ് മാർക്കിനെക്കാട്ടിയൊക്കെ ഉപരി ആ യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ, നല്ല റെക്കഗ്നൈസ്ഡ് ആണോ, അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു റെഗുലർ ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടുമിക്ക കമ്പനീസും റെഗുലർ സ്റ്റുഡൻസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിനി CMA ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആസ് എ ഫ്രഷർ അവർ ഏറ്റവും കൂടുതൽ റെഗുലർ സ്റ്റുഡൻസിനെയാണ് ഇന്ത്യൻ കമ്പനീസും അതും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗ്രാജുവേഷന് റെഗുലറായിട്ട് പോകുമ്പോഴുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ പല പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കൂട്ടാൻ പറ്റും. കരിയറിൽ നമുക്ക് ഇവരൊക്കെ എങ്ങനെയാണ് ബെനിഫിറ്റ് ആവാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ പല കാര്യങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആസ് എ പേഴ്സൺ നമുക്ക് കോളേജ് എഡ്യൂക്കേഷനിൽ കൂടെ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും ഗ്രാജുവേഷൻ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വക ഗുണങ്ങളൊക്കെ ഒരു ഗ്രാജുവേഷൻ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഉണ്ട്. സോ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. കാര്യം അത് നമ്മളൊരു 4 ചുമരുകൾക്കുള്ളിൽ ബുക്ക് മാത്രം എന്തൊരു ലോകത്ത് പെട്ടുപോകും ഈ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ കോളേജിൽ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണലി വരുന്നത്. സോ കോളേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് 3 വർഷം നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ CMA US പാരലലി പഠിക്കുക. നമ്മൾ എന്ത് കാര്യത്തിനും ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്കത് റെഗുലറായിട്ട് ഗ്രാജുവേഷൻ എടുത്താലും നമുക്ക് CMA US കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫുള്ളി പ്രിപ്പയർ ആയിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ബൈ.